മഞ്ചേശ്വരം കോഴക്കേസിൽ കെ സുരേന്ദ്രനെ കുറ്റവിമുക്തനാക്കിയിരിക്കുകയാണ്. കാസർഗോഡ് ജില്ലാ സെഷൻസ് കോടതിയാണ് കെ സുരേന്ദ്രൻ അടക്കമുള്ള 6 പേരുടെ വിടുതൽ ഹർജി പരിഗണിച്ചുകൊണ്ട് വിധി പ്രസ്താവിച്ചത്. സംസ്ഥാന സർക്കാർ അവസാന നിമിഷം വരെ വേട്ടയാടിയെന്നും നേടിയത് രാഷ്ട്രീയ വിജയമാണെന്നും കെ സുരേന്ദ്രൻ പറഞ്ഞു. അതേസമയം സംഘപരിവാർ സർക്കാർ കൂട്ടുകെട്ടിന്റെ അവസാന തെളിവാണ് പുറത്തുവന്നതെന്ന് പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ ആരോപിച്ചു. എ.കെ. അഭിലാഷ് നൽകും വിവരങ്ങൾ. അഭിലാഷ്, ബി.ജെ.പി. സംസ്ഥാന അധ്യക്ഷനെ സംബന്ധിച്ചിടത്തോളം ആശ്വാസകരമാകുന്ന ഒരു വിധിന്യായമാണ് ഉണ്ടായിരിക്കുന്നത്. പക്ഷേ ഇതിൽ CPIM ബി.ജെ.പി. ബാന്ധവമുണ്ട് എന്ന് തന്നെയാണ് പ്രതിപക്ഷത്തിന്റെ ആരോപണം. 2021 നിയമസഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് മഞ്ചേശ്വരത്ത് അന്ന് സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിച്ചിരുന്ന BSP സ്ഥാനാർത്ഥി കെ സുന്ദരയെ തട്ടിക്കൊണ്ടുപോയി ഭീഷണിപ്പെടുത്തി സ്ഥാനാർത്ഥിത്വം പിൻവലിപ്പിച്ചു എന്നുള്ള ആരോപണമാണ് കെ സുരേന്ദ്രനെതിരെ ഉയർന്നത്. ഇതിൻ്റെ പശ്ചാത്തലത്തിലായിരുന്നു അന്നത്തെ LDF സ്ഥാനാർത്ഥി കൂടിയായ VV രമേശൻ ഇക്കാര്യത്തിൽ കോടതിയെ സമീപിക്കുകയും അതോടൊപ്പം തന്നെ കേസ് അന്വേഷിക്കണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്തു. പോലീസ് അന്വേഷിച്ച കേസിൽ അത് ഈ ദളിത് പീഡനമടക്കമുള്ള വകുപ്പുകൾ ചുമത്തി, അതോടൊപ്പം തന്നെ തെളിവുകൾ നശിപ്പിക്കൽ, തട്ടിക്കൊണ്ടുപോകൽ തുടങ്ങിയ വകുപ്പുകളൊക്കെ ചുമത്തിയായിരുന്നു ഈ കേസ് ചാർജ് ചെയ്തിരുന്നത്. ഈ കേസിൽ ഗൂഢാലോചന നടന്നു എന്നും അതോടൊപ്പം തന്നെ തന്നെ വിട്ടയക്കണമെന്നും ആവശ്യപ്പെട്ടുകൊണ്ട് കെ സുരേന്ദ്രനും അതോടൊപ്പം തന്നെ മറ്റ് പ്രതികളായ 5 പേരും ചേർന്ന് കാസർകോട്ടെ ഈ സെഷൻസ് കോടതിയെ സമീപിച്ചിരുന്നു. കഴിഞ്ഞ സെപ്റ്റംബറിലാണ് ഇത്തരത്തിൽ സമീപിച്ചത്. അതിനുശേഷം കഴിഞ്ഞ മാസം ഈ കേസിൽ വിധി പറയാനിരുന്നതായിരുന്നു. പക്ഷേ കെ സുരേന്ദ്രൻ അടക്കമുള്ള ആളുകൾ അന്ന് ഹാജരാക്കാത്തതിനെ തുടർന്നാണ് ഇന്ന് ഈ കേസിൽ വിധി പറയുന്നത്. കെ സുരേന്ദ്രൻ ആശ്വാസകരമായ വിധിയാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. അതായത് കെ സുരേന്ദ്രനെയും അതോടൊപ്പം തന്നെ മറ്റ് 5 പേരെയും പൂർണ്ണമായും വിട്ടയക്കാനുള്ള ഒരു തീരുമാനമാണ് കോടതിയുടെ ഭാഗത്തുണ്ടായിരിക്കുന്നത്. ഇതിനോട് കെ സുരേന്ദ്രൻ പ്രതികരിച്ചത് തനിക്കെതിരെ കൃത്യമായ ഗൂഢാലോചന നടന്നു എന്നുള്ള കാര്യമാണ്. അതായത് കോൺഗ്രസിൻ്റെയും CPM-ൻ്റെയും മുസ്ലിം ലീഗിൻ്റെയും പാർട്ടികളുടെയും നേതൃത്വത്തിൽ കൃത്യമായ ഗൂഢാലോചന നടന്നു. അതോടൊപ്പം തന്നെ സംസ്ഥാന സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് തനിക്ക് യാതൊരു തരത്തിലുള്ള ഇളവും ലഭിച്ചിട്ടില്ല എന്നുള്ള കാര്യം കൂടി പറയുന്നു. ഏതായാലും ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത് രാഷ്ട്രീയ വിജയമാണ് എന്നാണ് കെ സുരേന്ദ്രൻ പറയുന്നത്. അതേസമയത്ത് വി.ഡി. സതീശനടക്കമുള്ള കോൺഗ്രസിലെ നേതാക്കൾ വളരെ കൃത്യമായി തന്നെ ഇതിനെ വിമർശിക്കുകയും ചെയ്തിട്ടുണ്ട്. അതായത് CPM അതോടൊപ്പം തന്നെ സംഘപരിവാർ ബന്ധത്തിൻ്റെ ഫലമായിട്ടാണ് ഇത്തരത്തിൽ അനുകൂലമായ ഒരു വിധി കെ സുരേന്ദ്രൻ ഉണ്ടായിരിക്കുന്നത് എന്നുള്ള കാര്യമാണ് വി.ഡി. സതീശൻ നേരത്തെ പറയുകയും ചെയ്തിരിക്കുന്നത്. അതോടൊപ്പം തന്നെ ഈ കേസുമായി ബന്ധപ്പെട്ട് അപ്പീലിൽ പോകുമെന്ന് ഈ അന്നത്തെ LDF സ്ഥാനാർത്ഥി കൂടിയായ LDF സ്ഥാനാർത്ഥിയും അതോടൊപ്പം തന്നെ ഈ കേസിലെ വാദി കൂടിയായ രമേശൻ പറയുന്നുണ്ട്. ഏതായാലും കെ സുരേന്ദ്രനെ സംബന്ധിച്ച് വളരെ ആശ്വാസകരമാവുന്ന ഒരു വിധി കൂടിയാണ്. പ്രത്യേകിച്ച് സംബന്ധിച്ചിടത്തോളം ആശ്വാസകരമാകുന്ന വിധി പ്രസ്താവം തന്നെയാണ് ഉണ്ടായിരിക്കുന്നത്. A.K. അഭിലാഷാണ് വിവരങ്ങൾ നൽകിയത്.